ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് പഴയ ഒരു തുണി കൊണ്ടുള്ളൊരു സ്റ്റോറേജ് ബാഗ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ന്യൂസ് പേപ്പർ എടുത്തിരിക്കുന്നത്. അത് നിവർത്തിയിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ തുണിയിൽ ഇതിന് ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പറിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഈ നിവർത്തി എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 49 സെൻറ്റിമീറ്റർ. നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഞാനൊരു സ്കെയിൽ കൊണ്ട് വരച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മളതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് വിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 42 സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിരിക്കുന്നത്, ഇഞ്ചല്ല. കണ്ടാൽ പിന്നെ ഇതുവരെ വെട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ മെഷർമെൻറ്റ് കാണിച്ചു തരാം. കണ്ട ലെങ്ത്ത് 49 സെൻറ്റിമീറ്റർ, അപ്പോൾ 19 ഇഞ്ച് ആയിട്ട് വരും. ഇനി വെച്ചെടുത്തിരിക്കുന്നത് ഞാൻ തിരിച്ച് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലെങ്ത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു. 42 സെൻറ്റിമീറ്റർ, അപ്പോൾ 16.5 ഇഞ്ചായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ സൈഡിലായിട്ട് 13 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. മനസ്സിലായി? 13 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഒരു സൈഡിൽ 2 ഭാഗം 13 സെൻറ്റിമീറ്റർ സ്ക്വയർ പോലെ. ആ 2 സൈഡ് നമ്മൾ 13 സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 സൈഡും ഇതേപോലെ 13 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വരത്തില്ലായിരിക്കും. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ഇടുന്നത് നിങ്ങളാരും വീഡിയോ കണ്ടുപോകുന്നതേ ഉള്ളൂ, നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ട്. ഇതേപോലെ 4 സൈഡും കണ്ട 13 സെൻറ്റിമീറ്റർ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് സംഭവം. ഇനി നമുക്ക് പഴയ ഒരു തുണി എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നൈറ്റി തുണിയാണ് എടുത്തിരിക്കുന്നത്. നൈറ്റി തുണിയുടെ അടിഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വെട്ടിയെടുക്കാനുള്ള നല്ല രീതി കിട്ടും. ഇതേപോലെ നൈറ്റി തുണി വേണമെന്നൊന്നുമില്ല, ഏത് തുണിയായാലും മതി. എന്നിട്ട് നമുക്ക് നേരത്തെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത പീസില്ല, നമുക്കത് മുകളിലായിട്ട് അതിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് അതേ ലെവൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നൈറ്റിയുടെ അടിഭാഗമാണ് ഇത്. നല്ല 2 തുണിയായിട്ട് ഇട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടാം മനസ്സിലാക്കാം. ഇതേപോലെ 2 തുണിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ 2 തുണിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ആവശ്യമാണ്. ഒന്ന് നമുക്ക് ഫ്രണ്ട് വശവും 2 നമുക്ക് ബാക്ക് വശമായിട്ട് നമുക്കത് എടുക്കാം. ഇനി നമുക്ക് ഇതിന് കണിഞ്ഞ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ പേപ്പർ മാറ്റി കാണിച്ചാൽ ഇതേപോലെ ഇരിക്കും. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. അതിൻ്റെ കട്ടിയായിട്ട് ഇരിക്കണമല്ലോ, ഈ ബാഗല്ലേ. അതുകൊണ്ട് നമുക്കൊരു വേറൊരു തുണിയിൽ ഇതേ അളവിൽ തന്നെ നമുക്ക് വേറൊരു തുണിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വേറെ ഏത് കളറായാലും മതി, ആ തുണി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. വേറൊരു തുണി എടുത്തിരിക്കുന്നത് ഇതേപോലെ കണ്ടാ തുണി ഉണ്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വശം ഒരു പീസ് എടുത്തിട്ട് നമുക്കതിൻ്റെ മേലിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പീസ് എടുത്ത് നമുക്കതിൻ്റെ അടിയിലും ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തം സൈഡ് മുഴുവൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാലേ അത് ബലത്തിൽ അവിടെ ഇരിക്കത്തുള്ളൂ. മൊത്തം സൈഡ് മുഴുവൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 4 സൈഡ് മൊത്തം സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണ്ട ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ 4 മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ കാണിക്കുന്ന ഈ സൈഡുണ്ട്, ഈ കാണിക്കുന്ന സൈഡ് നമ്മൾ മടക്കിയെടുക്കണം. അതിൻ്റെ 4 സൈഡ് നമ്മൾ അതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്കത്തെ 13 സെൻറ്റിമീറ്ററോളം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബാക്കിയുള്ള 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം, മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ കടയിൽ 4 സൈഡ് മാത്രം അവിടെ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ മതി. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതുണ്ട്
അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതേപോലെ 4 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 4 സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഇതേപോലെ ആ 2 തുമ്പ് നമ്മൾ പിടിക്കണം. ഇതേപോലെ 2 തുമ്പ് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ 4 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഉൾവശം കണ്ടോ. അപ്പോൾ ഇത് 4 സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോ. ഇതേപോലെ 4 സൈഡ് ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബാഗ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അലമാരിയിലൊക്കെ ഒന്ന് കൊച്ചു പിള്ളേർ തുണികളോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ തുണികൾ കാണും, ടവല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ അലമാരി വെക്കുമ്പോൾ തപ്പിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ബാഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അതിന് ഇച്ചിരി ഇത് വലിയ തുണിയാണ്. ഇതേപോലെ ഞാൻ തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിത് അലമാരിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമായിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യണം. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി കണ്ടുമുട്ടാം.